ഇതിൻ്റെ റൈറ്റർ ഡിനു തോമസ് ഹീൽ എന്ന് പറഞ്ഞ പയ്യനാണ് കുൽക്കുദാശ എന്ന് പറയുന്ന സിനിമ ചെയ്തത്. അപ്പം ആ സിനിമ ഇതിൻ്റെ കഥ വന്ന് എന്നോട് പറഞ്ഞപ്പോൾ, കഥ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു ടിപ്പിക്കൽ ത്രില്ലർ സിനിമയുടെ മൂഡിൽ പോകുന്ന ഒരു സിനിമ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു ടിപ്പിക്കൽ ത്രില്ലർ അല്ല, ഇത് വേറൊരു ഇതിനകത്തൊരു ഇമോഷണൽ സൈഡുണ്ട്. അത് ഇതിൻ്റെ പേരൻറ്റിങ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഏരിയ വന്നപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്. നമുക്കൊരു സിനിമ ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് കൊമേഴ്സ്യലാണ് സിനിമ, അതിനകത്തൊരു ബിസിനസ് ഉണ്ട്. അക്കൂട്ടത്തിൽ സൊസൈറ്റിക്ക് നല്ലൊരു മെസ്സേജ് തരാൻ പറ്റുമെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. അത് മമ്മി ആൻഡ് മീൽ എനിക്ക് സാധിച്ചു. പിന്നെ വേറെ അങ്ങനെ ഒന്ന് രണ്ട് ചില സിനിമകൾ. അപ്പോൾ ഇതിനകത്തും എനിക്ക് എന്നെ അട്രാക്ട് ചെയ്ത ഫാക്ടർ അതാണ്. കാരണം അപ്പോൾ ബേസിക്കലി ഇപ്പം ഭയങ്കര പ്രസക്തമായ ഒരു ഇതാണ് പേരൻറ്റിങ്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് ഇപ്പോഴത്തെ എന്താ പറയുക പേരൻസും മക്കളുമായിട്ടുള്ള അവരുടെ ഇത്. കാരണം പേരൻസിൻ്റെ രീതികൾ മാറി, പഴയ പോലെയല്ല, രണ്ടുപേരും വർക്കിംഗ് ആയിരിക്കും, അങ്ങനെയൊക്കെ ഒത്തിരി സമയമില്ല മക്കളെ നോക്കാൻ, അങ്ങനെയൊക്കെ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഒത്തിരി അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോൾ ഡിസ്കഷൻ നടക്കുന്ന ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റായിട്ട് ഇത് ചെയ്തു. അത് ഇങ്ങനെ ഒരു ത്രില്ലർ ഇതിൻ്റെ ഒരു മൂഡിലുള്ള സിനിമയ്ക്കകത്ത് അത് വരുന്നത് എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തു. അത് തന്നെയാണ് ഞാനിത് സെലക്ട് ചെയ്യാനുള്ള കാരണം. എൻ്റെ ഈ ഒരു സിനിമ എന്നല്ല, എല്ലാ സിനിമകളിലും ഫേസ് ചെയ്യുന്ന ഒരു ഇതാണ്. ചിലർക്ക് റിവ്യൂസിനോട് അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നെ സംബന്ധിച്ചോളം ഞാൻ റിവ്യൂസിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. റിവ്യൂസ് പറയുന്നവർ അവരുടെ കാഴ്ചപ്പാട് പറയുന്നു, അത് ജെനുവിനായിട്ട് അവർ പറയുമ്പോൾ അതിനകത്ത് കുഴപ്പമില്ല. പക്ഷേ അതിനകത്തൊരു എന്താ പറയുക, ചില താല്പര്യങ്ങൾ വെച്ചിട്ട് പറയുന്നവർ, അവിടെയാണ് അതിൻ്റെ പ്രോബ്ലം. പക്ഷേ അങ്ങനെയുള്ളവരെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പിന്നെ ഇതിനകത്ത് സിനിമകളിൽ ഇതിനു മുമ്പ് ഇത് ചർച്ച വന്നിട്ടുള്ളൊരു ഇതാണ്. അപ്പം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇത് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താ പറയുക റിവ്യൂകളിൽ ഇങ്ങനെ നെഗറ്റീവ് വരുന്നു. പക്ഷേ എന്നിട്ടും ഇവിടെ സിനിമകൾ ഓടിയിട്ടുണ്ട്. കാരണം എൻഡ് ഓഫ് ദ ഡേ ഇപ്പം എനിക്ക് തോന്നുന്നത് ഒത്തിരി ആൾക്കാർ, ഇപ്പം ഞാനടക്കം, നമ്മൾ റിവ്യൂവിനേക്കാളും ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട്സ് അവർ പറയുന്ന. കാരണം ചിലപ്പോൾ ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇത് എത്രത്തോളം ശരിയാണെന്ന്. ചിലപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിലുള്ള അയാൾ ടേസ്റ്റിലുള്ള ഒരാളല്ല റിവ്യൂ പറയുന്നെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് ആ സിനിമ ഇഷ്ടപ്പെടത്തില്ല, എനിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും. അപ്പം കൂടുതലും ഫ്രണ്ട്സും ഇവരും സജസ്റ്റ് ചെയ്യുമ്പോഴേ ഞാൻ സിനിമ കാണും. ഇപ്പം അങ്ങനെ പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പം തന്നെ ഈ ഞാനിങ്ങനെ വന്നപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി പേഴ്സണൽ മെസ്സേജസ് വരുന്നുണ്ട്. എനിക്ക് അറിയാൻ മേലാത്തവരും 4-5 വർഷം കൂടി ഞാനിപ്പോൾ ഇവരെ കാണിച്ചുള്ളൂ. മെസ്സേജ് ഇട്ട്, ഒരു ഓഡിയോ മെസ്സേജ് ഒരു ലേഡി ഇട്ടിട്ട് പറഞ്ഞു, ഇനി 5 വർഷം കൂടിയായി സാറേ പടത്തെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം പറഞ്ഞു, ഞങ്ങൾക്ക് കാണാൻ പോയിട്ടില്ല, ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കണ്ടു, അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ വൈകുന്നേരം കണ്ടിട്ട് ഞാൻ വിളിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സർപ്രൈസായി. പുള്ളിക്കാരത്തി 5 വർഷത്തിന് ശേഷം പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ ഇങ്ങനെ ഇട്ടു. അപ്പം അങ്ങനെയും ഉണ്ട്. അപ്പോൾ ഇത് എല്ലാ സിനിമയും ഫേസ് ചെയ്യുന്നതാണ്. അതിങ്ങനെ ഒരു സൈഡിൽ കൂടെ അതിങ്ങനെ നടക്കും. അത് ക്ഷമിക്കാവുന്ന തെറ്റുകൾ ക്ഷമിക്കാം, പക്ഷെ ചില തെറ്റുകൾ ചിലപ്പോൾ ക്ഷമിക്കാൻ പറ്റിയെന്ന് വരില്ല. ഈ സിനിമയിൽ അങ്ങനെ ഒരു ക്ഷമിക്കാവുന്ന തെറ്റാണോ? അത് നിങ്ങൾ സിനിമ കാണുന്നവർക്ക് മനസ്സിലാവും. അത് അങ്ങനെ ക്ഷമിക്കാവുന്ന ഒരു തെറ്റാണോ? അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഞങ്ങളുടെ ഒരു ഇതില്ലാതെ അതൊരു ക്ഷമിക്കാവുന്ന തെറ്റായിട്ട് തോന്നിയിട്ടില്ല. ബിസി ആയിട്ടുള്ള പേരൻസ്, രണ്ടുപേരും വർക്കിംഗ് ആണ്, മകനെയോ അല്ലെങ്കിൽ മകളെയോ നോക്കാൻ സമയമില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ സമയമില്ല. അപ്പം അതൊരു ബാഡ് പേരൻറ്റിങ് ആണ്. പിന്നെ അങ്ങനെയുള്ളവർക്ക് എനിക്ക് കുറച്ച് കേസസ് അറിയാം. എനിക്ക് ഈ സബ്ജക്റ്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അങ്ങനെയുള്ളവർക്ക് ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ട്, അയ്യോ എൻ്റെ മക്കളെ എനിക്ക് നോക്കാൻ സമയം, അതുകൊണ്ട് എല്ലാ ഇഷ്ടവും സാധിച്ചു കൊടുക്കും. അങ്ങനെ ഉണ്ടാകുമ്പോൾ എല്ലാ ഇഷ്ടങ്ങളും സാധിച്ചു കൊടുത്ത് ഒരു സ്റ്റേജ്, ഒരു പ്രായം എത്തിക്കഴിയുമ്പോൾ ഇവനൊരു ഒരിക്കലും ഇവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത വലിയൊരു കാര്യം ആവശ്യപ്പെടും. അപ്പം ചെയ്ത് കൊടുക്കാതെ വരുമ്പോൾ പോയി സൂയിസൈഡ് ചെയ്യുക, അത് ചെയ്യുക. കാരണം ആ നോ കേൾക്കാനോ അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാനോ ഉള്ള ഒരു കഴിവ് പിള്ളേർക്ക് നഷ്ടപ്പെടും. ഇതിപ്പോൾ പണ്ട് ഞാനൊരിത് വായിച്ചിട്ടുണ്ട്, ദ ആർട്ട് ഓഫ് സെയിങ് നോ. പിള്ളേർ നോ കേട്ട് വളരണം. അപ്പം അത് പല സാഹചര്യം കൊണ്ട് ചില അപ്പനമ്മമാർക്ക് അത് അറിയാൻ മേല, അല്ലെങ്കിൽ ചിലർ ഭയങ്കരമായിട്ട് സ്നേഹിക്കും. കാരണം പണ്ട് ഒലക്കടിക്കടിച്ച് വളർത്തുന്നു പറഞ്ഞല്ലോ, അന്ന് 5-8 ഒക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ഓടി നടക്കുമ്പോൾ ചിലപ്പോൾ ഒലക്കൊക്കെ കൊടുക്കും. പക്ഷെ ഇപ്പം ആകപ്പാടെ ഒന്നേ ഉള്ളൂ, അതിനെ രണ്ടുപേരോടെ പുന്നാരിച്ച് സ്നേഹിച്ച്, അത് വേറൊരു രീതിയിലാണ്. അതിനകത്തൊക്കെ കറക്ഷൻസ് വരുത്തണം, അത് പേരൻസ് ബോധവാന്മാരാകണം. അത് ഒരു ഭയങ്കര ഡിബേറ്റബിൾ ഇഷ്യൂ ആണ്. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് കുറേ ഉണ്ട്. അല്ല, ഇപ്പോഴത്തെ തലമുറ അങ്ങനെ വഴി തെറ്റിപ്പോകുന്നുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട്, അവരുടേതായ തീരുമാനങ്ങളുണ്ട്. അതിനെ അവരുടെ കൂടെ നിന്ന് ഡയറക്റ്റ് ചെയ്ത് വിടുക എന്നുള്ളതേ ഉള്ളൂ.
അല്ലാതെ പഴയ സ്റ്റൈലിൽ ഇപ്പോൾ പേരൻറ്റിങ്ങിന് ശ്രമിച്ചു കഴിഞ്ഞാൽ വർക്കൗട്ട് ആവത്തില്ല. കാലഘട്ടം മാറി. കാരണം എനിക്ക് തോന്നുന്നു ഒരു 5 വയസ്സോ 6 വയസ്സുള്ള കൊച്ച് ഒരുപക്ഷെ പേരൻസിനേക്കാൾ അപ്ഡേറ്റഡ് ആയിരിക്കും. കാരണം അവൻ്റെ കയ്യിലുണ്ട് ഫോണും ടാബും. അപ്പം അതനുസരിച്ച് അതിനെ കൈകാര്യം ചെയ്യാന്നുള്ളത് ഇറ്റ്സ് ഒരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് പരിപാടിയാണ് ഈ പേരൻറ്റിങ് എന്ന് പറയുന്നത്. അതൊരു ആർട്ടാണ്. അതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റഡി ക്ലാസ് അല്ലെങ്കിൽ അതെല്ലാവരും പേരൻസ് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ചോദ്യത്തിനകത്ത് ഇതുണ്ട്. ഇത് ഭയങ്കര ടഫായിട്ടുള്ളൊരു ഇതാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ബിജുവിന് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന, ബിജു അത്രയും സീസൺഡ് ആയിട്ടുള്ള ഒരു ആക്ടർ ആയതുകൊണ്ട് ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ എപ്പോഴും ഒരു ആക്ടർ ഓക്കെ അതൊന്ന് രൂപപ്പെട്ട് മനസ്സിലൊരു ഐഡിയ വരും. പക്ഷെ അത് ചിലപ്പോൾ പല ദിവസങ്ങൾ കൊണ്ട് നടക്കുന്ന കഥയായിരിക്കും. ഇതിനകത്ത് പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ 1-2 മണിക്കൂറിൻ്റെ കണ്ടിന്യൂറ്റി. ഇത് 40 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത്, അല്ല 30 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഓർഡറിലും ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊരു ആക്ടറിന് അത് ഓട്ടോമാറ്റിക്കലി ആ ക്യാരക്ടറിനെ അത് അവരുടെ കഴിവാണത്. അത് ഇൻബോൺ കഴിവാണ്. അതുകൊണ്ടാണ് ഈസ് ആൻ ആക്ടർ. മനസ്സിലായി? അത് ഓട്ടോമാറ്റിക്കലി വരും. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അത് ഇൻബോൺ ആയിട്ട് ഉള്ളതാണത്. ഞാൻ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ ബഹുമാനിക്കുകയും, ഒന്നാമത് മലയാളി പ്രേക്ഷകർ ഇത്രയും ഭയങ്കര ഒരു എന്താ പറയുക, വേറൊരു എഡ്യൂക്കേറ്റഡ് ആണ്, വേറൊരു ലെവലിൽ ചിന്തിക്കുന്ന പ്രേക്ഷകർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനത്തെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് രീതിയിൽ ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. പിന്നെ പ്രേക്ഷകർക്ക് പല രീതിയിൽ ടേസ്റ്റ് ഉള്ളവരുണ്ട്. ഇപ്പം ഞാൻ പറയാം, ഈ സിനിമയ്ക്ക് ഒരു ത്രില്ലർ ഒരു കവറുണ്ട്, ത്രില്ലർ മൂഡുണ്ട് ഇതിൻ്റെ ട്രെയിലറും ടീസറും വന്നപ്പം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെയ്ത ഇൻ്റർവ്യൂവിലെല്ലാം ഞാൻ പറഞ്ഞു, ഇതൊരു ടിപ്പിക്കൽ ത്രില്ലർ അല്ല. ഇതിനകത്ത് നിങ്ങൾ ഭയങ്കരമായ ട്വിസ്റ്റും സസ്പെൻസും പ്രതീക്ഷ വരരുത്. കാരണം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെയല്ല. ഇതൊരു ഇമോഷണൽ ക്രൈം ഡ്രാമയാണ്. ഞങ്ങളുടെ ഇൻ്റർവ്യൂസിലെല്ലാം പറഞ്ഞിരുന്നു. പക്ഷേ എന്നിട്ടും ചില ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, നമ്മളോട് വിളിച്ചും മെസ്സേജും ഒക്കെ ഇടുമല്ലോ, ആ സിനിമ കൊള്ളാം പക്ഷേ മെമ്മറീസ് വരെ ആയില്ല. ഞാൻ പറഞ്ഞത് മെമ്മറീസ് അല്ല ഞങ്ങൾ ചെയ്തത്, മെമ്മറീസ് ടോട്ടലി ഡിഫറെൻറ്റ്. അല്ലെ ദൃശ്യം ടോട്ടലി ഡിഫറെൻറ്റ് ഫിലിം. പക്ഷേ എന്നെ സംബന്ധിച്ചുള്ളത് പുതുമയല്ല. കാരണം ഞാൻ ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് പറഞ്ഞ സിനിമ ചെയ്തപ്പം, ദൃശ്യം കഴിഞ്ഞ് ഇമീഡിയറ്റ് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ടാഗ് ലൈൻ തന്നെ നോ സസ്പെൻസ് നോ ട്വിസ്റ്റ് ഒൺലി ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് എഴുതിയിട്ട് ആ പടത്തിലും ട്വിസ്റ്റ് പ്രതീക്ഷിച്ച ആൾക്കാരൻ എന്നെ വിളിച്ചപ്പം ചേട്ടാ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് അങ്ങനെ കരുതുന്നവർക്ക് പടം നിരാശയായിരിക്കാം. അതുകൊണ്ടാണ് അങ്ങനെ നിരാശപ്പെടാതിരിക്കാൻ വേണ്ടി തുടക്കത്തിൽ അത് പറഞ്ഞത്. ഇത് ശരിക്കും ഒരു ത്രില്ലർ. ഇതിനെക്കുറിച്ച് ഒരാൾ, ഞാൻ ഇത് പേര് പറയുന്നില്ല, ഒരാൾ റിവ്യൂ ചെയ്തിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പുള്ളിക്ക് അത് കറക്റ്റായിട്ട് കിട്ടി. പുള്ളി പറഞ്ഞു ഇതിനകത്ത് സസ്പെൻസും ഇതൊന്നുമല്ല, ഇതിനകത്ത് നല്ലൊരു സോഷ്യൽ മെസ്സേജുള്ള നല്ല ഒരു മാറ്റർ ഒരു ത്രില്ലർ ജോണറിനകത്തുകൂടെ പറഞ്ഞുപോയി. അത് ഭയങ്കര രസമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് കിട്ടിയവർക്ക് അത് കിട്ടും. അപ്പം അല്ലാത്തവരിപ്പോൾ സസ്പെൻസ് പ്രതീക്ഷിച്ച് വരുന്ന ഒരാൾക്ക് അത് കിട്ടാതെ വരുമ്പോൾ നിരാശപ്പെടും, സ്വാഭാവികമാണ്. അപ്പം ഞാനൊരിക്കലും അണ്ടർസ്റ്റിമേറ്റ് ഇത് കണ്ടതല്ല. നമ്മൾ പ്രേക്ഷകർക്ക്, മലയാളി പ്രേക്ഷകർ, ഞാൻ അത്രയും പ്രബുദ്ധരായ പ്രേക്ഷകരെന്ന് കരുതുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റത്തിന് ഞാൻ ധൈര്യപ്പെടുന്നത്. കാരണം അല്ലെങ്കിൽ അവർ നിലം തൊടാതെ പോകും. അപ്പം നമ്മളെ സംബന്ധിച്ചോളം ഇപ്പോൾ കിട്ടുന്ന ഫീഡ്ബാക്സിലും അതാണ്. എല്ലാവരും എന്താ ഫാമിലി ആയിട്ടും അല്ലാതെയും എന്നെ ഒത്തിരി പേര് വിളിച്ച് പറയുന്നുണ്ട്. അതിന് അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ട്. ഇറ്റ്സ് നോട്ട് എ പെർഫെക്റ്റ് സിനിമ, ഫ്ലോസ് ഒക്കെ ഉണ്ട് ഇതിനകത്ത് തന്നെ. കുറേ ലോജിക് ഇഷ്യൂസൊക്കെ നമ്മൾ ഇത് ചെയ്തു. കാരണം ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് കൊടുക്കുക, അതിനകത്ത് ഒരു ഇമോഷൻ വർക്കൗട്ട് ചെയ്ത് അതിനെ ഇമോഷണലി കൊണ്ടുപോവുക, അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ വിട്ടുവെച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ആ സിനിമയെ ഫീൽ ചെയ്യുന്നുണ്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാകുന്നത്. അല്ല, ആ റിസ്ക് എടുക്കുക എന്നുള്ളതല്ലേ ഒരു ഫിലിം മേക്കറിൻ്റെ ഇത്. ഞാനെന്തിനെ പേടിച്ചു പറഞ്ഞത്? ശരിക്കും അതൊരു റിസ്ക് അല്ലായിരുന്നു ഈ ഒരു. അതെ, തീർച്ചയായിട്ടും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു റിസ്ക്കും അതിനേക്കാളേറെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ത്രില്ലർ ഒന്നാമത് എന്നാണെന്നറിയോ, ഞാനായിട്ടെന്നല്ല, എൻ്റെ സിനിമകളിൽ കുറച്ച് ഞാൻ പണി മേടിച്ചതാണ്. എൻ്റെ സിനിമകളിൽ കുറേ ത്രില്ലർ സിനിമകളിലെല്ലാം ഭയങ്കര ട്വിസ്റ്റും ഇതും ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ത്രില്ലർ സിനിമ എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റ് വേണം എന്നൊരു തോന്നൽ കുറച്ച് ഓഡിയൻസിനുണ്ട്. എല്ലാവർക്കും എന്നല്ല, കുറച്ച് ഓഡിയൻസിനുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ത്രില്ലർ മൂഡ് വന്ന ജിത്തു ജോസഫ് അപ്പം ട്വിസ്റ്റ് ഉറപ്പ് എന്ന് വരും. എനിക്കത് ബ്രേക്ക് ചെയ്യണം. അതിന് പറ്റിയൊരു സബ്ജക്റ്റായിട്ട് എനിക്ക് തോന്നി. ത്രില്ലർ മൂഡുണ്ട്, ട്വിസ്റ്റും സസ്പെൻസും ക്യൂരിയോസിറ്റി ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ അതിനല്ല ഇമ്പോർട്ടൻസ്. ഈ സിനിമയുടെ ഇമ്പോർട്ടൻസ് ഇതിൻ്റെ ഇമോഷണൽ സൈഡാണ്.
ഇതിനകത്ത് 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ 2 ക്യാരക്ടേഴ്സിൻ്റെയും അവരെ സറൗണ്ട് ചെയ്യുന്ന അവരുടെ ക്യാരക്ടേഴ്സിൻ്റെയും ഇമോഷൻസ് ഉണ്ട്. അതിനകത്ത് ഇപ്പം ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞ ASI വിദ്യ എന്ന് പറയുന്ന ലിയോണയുടെ ക്യാരക്ടർ ഏറ്റവും സട്ടിൽ ഇമോഷൻസ് വർക്ക് ചെയ്യേണ്ടതാണ്. പുള്ളിക്കാരത്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു പോലീസുകാരിയായിട്ട് അവിടെ നിൽക്കുമ്പോഴും ഒരു ഹൈരാർക്കിയുടെ ഭാഗമായിട്ട് പലതും ചെയ്യേണ്ടി വരുന്നു. പക്ഷേ പുള്ളിക്കാരത്തിക്ക് പലതിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ കൈൻഡ് ഓഫ് ഇമോഷൻ അത് ചില സെറ്റിൽ റിയാക്ഷനിലൂടെ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളൂ. കാരണം ഷീ കാണ്ട് ടോക്ക് അബൌട്ട് ഇറ്റ്. ഒരു ഹൈരാർക്കിയുടെ ഇതിലാണ്. ബാക്കിയുള്ള അവർക്കെല്ലാം സംസാരിക്കാം, അവർക്ക് ഇത് ചെയ്യാം, അവർ കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട്. അപ്പോൾ ഇത് മെയിൻ 2 ക്യാരക്ടർ അവരുടെ സറൗണ്ടിങ് ക്യാരക്ടർ ഇർഷാദിൻ്റെ ക്യാരക്ടർ. ഇർഷാദിന് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അത് കുറച്ചുകൂടെ പ്രകടമാക്കുന്നുണ്ട്. അപ്പം ഇറ്റ്സ് ഫുൾ ഇവരുടെ ഇമോഷൻസ് ആണ് ഈ സിനിമയുടെ മേജർ ഇത്. നമ്മൾ അതിനെ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊരു ത്രില്ലറും അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൂഡിലാണ് പോകുന്നത്. ഒരു ക്രൈമുണ്ട്, ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. ഇൻവെസ്റ്റിഗേഷനൊക്കെ ആ ഒരു പ്രാധാന്യം ഞങ്ങൾ കൊടുത്തിട്ടുള്ളൂ. അതിന് മുകളിലാണ് ഇമോഷൻ. ആ ഇമോഷൻ ആയിരിക്കാം ഇപ്പം എനിക്ക് കിട്ടുന്ന ഓഡിയൻസ് ഫീഡ്ബാക്സിൽ സാധാരണ ഓഡിയൻസ് പറയുന്നത് ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നു, ഞങ്ങൾക്ക് ഭയങ്കര. അതിന് വേറൊരു ഫാക്ടറുണ്ട്. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു ഹെവിനെസ്സാണ് ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എന്നൊക്കെ പറയുന്ന ഒരു ഇത് വരുന്നത്. അതുകൊണ്ടാണ് അവരെ എവിടേക്കോ അത് ടച്ച് ചെയ്യുന്നുണ്ട്. അതായിരുന്നു നമ്മുടെ ഉദ്ദേശം. കാരണം ഡിനു, അതിൻ്റെ ക്രെഡിറ്റ് ഞാൻ ഡിനുവിനാണ് കൊടുക്കുന്നത്. എൻ്റെ ഡിനു തോമസ് എന്ന് പറഞ്ഞ റൈറ്റർ ഈ സ്ക്രിപ്റ്റുമായിട്ട് വന്ന് എൻ്റെ അടുത്ത് നിന്ന് വായിച്ചപ്പോൾ എനിക്ക് കഥ നരേഷനായിരുന്നു. കഥ പറഞ്ഞ് തുടങ്ങിയപ്പോൾ ഞാനടുത്ത് ഒരു യൂഷ്വൽ ത്രില്ലർ സിനിമയുടെ പോട്ടിലാണോ എന്ന് പോയിട്ട്, പക്ഷെ അവിടുന്ന് സിനിമ അങ്ങ് മാറി. ഈ ഇൻ്റർവെല്ലിൽ ഒരു സംഭവം നടക്കുമ്പോൾ അപ്പോൾ ഇനി എങ്ങനെയാണ് എനിക്കത് ഭയങ്കര പുതുമ തോന്നി. അവിടെ നിന്നുള്ള ഒരു ട്രാവല്, അതാണ് ഈ സിനിമയെ ഞാൻ ചെയ്യാൻ മെയിൻ കാരണം. ഇനിയും ചിലപ്പോൾ ഞാൻ ഈ ത്രില്ലറും ഇങ്ങനത്തെ മൂഡിലുള്ള സിനിമകൾ എനിക്ക് ചെയ്യേണ്ടി വരും. എല്ലാത്തിലും എനിക്ക് ട്വിസ്റ്റ് ഇടാൻ പറ്റത്തില്ല. ഞാനത് ആഗ്രഹിക്കുന്നില്ല. ഒരു ഡിഫറെൻറ്റ് ഫിലിംസ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഒരു ഫിലിം മേക്കർക്കുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ചെയ്തതാണ്. വലതുവശത്തെ കള്ളൻ എന്താണെന്നുള്ളത് പലർക്കും അറിയില്ല. എന്നെ കുറേ പേര് ഫോൺ വിളിച്ചു, സാറേ പടത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഇതാണ്, പക്ഷേ ഈ വലതുവശത്തെ കള്ളൻ എന്ന് ഉദ്ദേശിച്ച് കള്ളൻ ഏതാണ്, കള്ളൻ ആരാണ് എന്നോട് ചോദിച്ചു. അപ്പം അവർക്കത് മനസ്സിലാവും. അപ്പം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നു. അത് ഞാൻ ഓർത്തത് പലർക്കും അറിയാമായിരിക്കും. പക്ഷേ രസം വെച്ചാൽ ഇന്നലെ ഭയങ്കര രസം, ഒരു ക്രിസ്ത്യാനി എന്നെ വിളിച്ചിട്ട് പുള്ളിക്ക് പോലും മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ബൈബിൾ കാണാറില്ലല്ലേ എന്ന് ചോദിച്ചു. ശരിക്കും വലതുവശത്തെ കള്ളൻ എന്ന് പറയുന്നത് നമ്മുടെ ബൈബിളിനകത്തെ ഇതനുസരിച്ചിട്ട് ജീസസ് ക്രൈസ്റ്റ് മരിക്കുമ്പോൾ ഇടത്തും വലത്തും 2 കള്ളന്മാരുണ്ടായിരുന്നു. അതിനകത്ത് വലതുവശത്തെ കള്ളൻ ജീസസിനോട് പറയുന്നു, അയാളുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് മനസ്തപിച്ച് ഞങ്ങളൊക്കെ ശിക്ഷിക്കപ്പെടേണ്ടതാണ്, പക്ഷെ നീ അങ്ങനെയല്ല, നീ ഒരു തെറ്റും ചെയ്യാതാണ് അങ്ങനെയെന്ന് പറഞ്ഞപ്പോൾ ജീസസ് പറയുന്നുണ്ട്, നീ ഇന്ന് എൻ്റെ കൂടെ സ്വർഗ്ഗരാജ്യത്തിൽ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അതായത് അയാൾ മനസ്തപിച്ചു എന്ന് പറയുന്ന ആ കള്ളന് മാനസാന്തരം വന്നു എന്നുള്ളതാണ്. അതാണ് കോൺസെപ്റ്റ്. ഈ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും ഇപ്പം അതെന്തായിരുന്നു നമ്മൾ എന്തുകൊണ്ടാണ് ഉദ്ദേശിച്ചത് എന്നുള്ളത്. അത് തന്നെയാണ്, ആ കള്ളന് മാനസാന്തരം വരുന്നു. അതാണ് അതിനകത്ത് ഇമോഷൻ, ആ ക്യാരക്ടറിൻ്റെ ഇമോഷൻ. ചിലർ സിനിമ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സിനിമേനെ ഭയങ്കരമായിട്ട് കീറി മുറിച്ച് അനലൈസ് ചെയ്ത് അതിനെ കാണുന്നവരുണ്ട്. പക്ഷെ മജോറിറ്റി ഓഫ് ദ ഓഡിയൻസ് ദേ വാണ്ട് ടു ഫീൽ ഇറ്റ്. അവർ വന്നു എൻജോയ് ചെയ്തു. അതിൻ്റെ ലോജിക്കുണ്ടോ അതുണ്ടോ, ഭയങ്കര ബേസിക് ലോജിക്ക് വേണം. ഭയങ്കര സ്റ്റുപ്പിഡിറ്റി കാണിച്ചു കഴിഞ്ഞാൽ ആർക്കും ഇതില്ല. ബേസിക് ലോജിക്കൊക്കെ ഉണ്ട്. അവർ വന്നു കണ്ടു എൻജോയ് ചെയ്തു. അവർക്ക് അതിൻ്റെ ഫീൽ കിട്ടിയോ, ആ ഫീൽ അവർക്ക് കിട്ടണം. കിട്ടിയില്ലെങ്കിൽ അവർക്ക് ഇതാവും. ശരിക്കും വലതുവശത്തെ കള്ളൻ എന്ന് പറയുന്ന സിനിമ ഫീൽ ബേസ്ഡ് ആണ്. അതാ ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചില ലോജിക്കൊക്കെ വിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ആ ഫീലും ആ ഇമോഷനും അതിനാണ് ഞങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഇമോഷനാണ് ഇപ്പം ഞങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജിനകത്ത്. ഇപ്പം ഞാൻ ഇതിനു മുമ്പ് ചെയ്ത സിനിമയ്ക്കൊന്നും എനിക്ക് ഇതുപോലെ മെസ്സേജ് വന്നിട്ടില്ല. കാരണം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഈ സിനിമയ്ക്ക് അങ്ങനെയല്ല. കുറേ ഭയങ്കര ഇതായിട്ട് ഇമോഷണലായിട്ട് കണക്ട് ചെയ്ത് ഹെവിനെസ് ഉണ്ട്, ഭയങ്കരമായിട്ടും നിൽക്കുന്നു. അതിനകത്ത് ഒരാൾ പറയുകയാണ് എനിക്ക് ആ ക്യാരക്ടറിൻ്റെ ഇതാണ് സങ്കടം, വേറൊരാൾ പറയുമ്പോൾ എനിക്ക് മറ്റേ ക്യാരക്ടറിനോടാണ് കൂടുതൽ ഇത് തോന്നിയത്. അപ്പോൾ ആൾക്കാർ പല തട്ടിലായിട്ടൊക്കെ നിന്ന് അങ്ങനെയുള്ള രീതിയിൽ ഇത് തരുന്നു. അപ്പോൾ അത് അവർക്ക് ആ ഫീല് കിട്ടി എന്നുള്ളതാണ്. ബേസിക്കലി ഞാൻ ഒരു ഓഡിയൻ എന്നുള്ള നിലയിൽ ഞാനിപ്പോഴും സിനിമ കാണാൻ ബേസിക് ഓഡിയൻ. ഒരു ഹ്യൂമറാണേലും സസ്പെൻസിനെയാണ് എല്ലാം കാണും. എന്നെ അത് എൻജോയ് ചെയ്യിച്ചോ, ഓക്കെ ഫൈൻ, ദാറ്റ്സ് ഇറ്റ്. അതിനകത്ത് ലോജിക് പ്രോബ്ലം ഉണ്ടാകുന്നു എൻ്റെ പ്രശ്നമല്ല. പക്ഷേ ഇന്നത്തെ ഓഡിയൻസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ടൈപ്പിലുള്ള ഓഡിയൻസ് ഉണ്ട്. ഭയങ്കരമായിട്ട് അനലൈസ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നവരുണ്ട്, അല്ലാത്തവരുമുണ്ട്. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാട്. പണ്ട് തൊട്ടേ എന്നെ കൊറിയൻ സിനിമയായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ കാണുന്നത് ഇംഗ്ലീഷ് സിനിമകളാണ്. എനിക്ക് സബ് ടൈറ്റിൽ നോക്കി സിനിമ കാണാൻ ഞാൻ എൻജോയ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അന്യഭാഷ, അങ്ങനെ ഇംഗ്ലീഷും
ഹിന്ദിയും ഒഴിച്ച് തമിഴും ഒക്കെ ഒഴിച്ച് വേറെ പടങ്ങൾ എനിക്ക് കാണാൻ പറ്റത്തില്ല, കാരണം എനിക്ക് സബ് ടൈറ്റിൽ പറ്റത്തില്ല. ഇപ്പം പിന്നെ വെച്ചാൽ ഡബ് ചെയ്ത് വരുന്നതുകൊണ്ട് അത് ശ്രമിക്കണം, പക്ഷെ അത് ഭയങ്കര ബോറാണ്, മനസ്സിലാവും. ഇതിപ്പോൾ വേറെ ആരോ പറഞ്ഞു ഇതിങ്ങനത്തെ ഇതുണ്ടെന്ന്, പക്ഷേ അത് കൊറിയയിലുണ്ടായിരിക്കും, നമ്മുടെ മലയാളത്തിൽ നമ്മളങ്ങനെ അധികം വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇത് കണ്ടപ്പോൾ ഭയങ്കര പുതുമയായിരുന്നു, മനസ്സിലായി. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് അതിൻ്റെ ഒരു ക്ലൈമാക്സ്, അതിൻ്റെ ഒരു ഇമോഷൻ, പിന്നെ എനിക്ക് ഈ സിനിമയിൽ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു പേടി ഉണ്ടായിരുന്നത് ആ ക്ലൈമാക്സിൽ ക്യാരക്ടർ തിരിച്ച് നടക്കുന്ന ആ ഒരു ഇത് തന്നെയായിരുന്നു. അത് ഞാൻ പറഞ്ഞു റിസ്ക് എടുക്കാം, അങ്ങനെയെങ്കിൽ അങ്ങനെ. അതിനുവേണ്ടി ഒത്തിരി പേരോട് ഡിസ്കസ് ചെയ്തു സിനിമ കാണിച്ചിട്ടൊക്കെ. അപ്പോൾ അവരെല്ലാം പറഞ്ഞില്ല അങ്ങനെയില്ല, അത് ജസ്റ്റിഫൈഡ് ആണല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് വിളിച്ചിട്ട് ഇങ്ങനെ മെസ്സേജൊക്കെ അയച്ചപ്പം ഞാൻ അവരോട് എടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, സാറേ ഭയങ്കര ഹെവിനെസ് ആയിരുന്നു, പക്ഷേ അതാണ് അതിൻ്റെ ശരി എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ, അപ്പം നമ്മുടെ ആ ഒരു ജഡ്ജ്മെൻറ്റ് തെറ്റിയിട്ടില്ല എന്ന് മനസ്സിലായി. അത് അതിനകത്ത് ചിലരിങ്ങനെ പറഞ്ഞവരുമുണ്ട്, എന്നാലും അത് വേണമായിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അവർക്ക് എവിടെയോ ഒരു ഡെലമയാണ്, അത് വേണം അങ്ങനെ. അപ്പം അതൊക്കെ ഈ സിനിമ കൊടുക്കുന്നൊരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പം തന്നെ പറഞ്ഞാൽ ഈ സിനിമ കാണുമ്പോൾ കുറച്ച് പേർക്ക് അഭിപ്രായ വ്യത്യാസമുള്ളതാണ്. ഞാൻ പറഞ്ഞ അതിനെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നവർക്ക് അതിൻ്റെ ആ എക്സ്പീരിയൻസ് കിട്ടുന്നത് ഭയങ്കര ഒരു പല തരത്തിലുള്ള ഇമോഷണൽ എക്സ്പീരിയൻസസ് ഉണ്ട്. എനിക്ക് ഒത്തിരി പറയാൻ പറ്റാത്തതെന്ന് വെച്ചാൽ പറയപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയല്ലേ. സെക്കൻഡ് ഹാഫിൽ മൊത്തത്തിൽ ഇപ്പോൾ ഇതിനകത്തൊരു ഇതുണ്ട്, കുറച്ച് പേർക്ക് സിനിമ ഇഷ്ടപ്പെടും, ചിലർ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ മനസ്സിലായില്ല, കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ സെക്കൻഡ് ഹാഫിനകത്ത് ഇപ്പോൾ സിനിമ കണ്ടവർക്കറിയാം, ഞങ്ങളത് ഷൂട്ട് ചെയ്യുന്നപ്പോൾ ഞാനും സതീഷും കൂടെ ഡിസ്കസ് ചെയ്ത് ഷൂട്ട് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് ഈ പ്രശ്നം അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയത്തെ കഥയാണിത്. അവിടെ ഞങ്ങളുടെ ഷോട്ടുകളെല്ലാം മൂമെൻറ്റിലാണ്. അത് ഞങ്ങൾ ട്രോളി ഷോട്ട്സും വേണ്ടാന്ന് വെച്ചു, ഫുൾ സ്റ്റഡി ക്യാം വെച്ചിട്ടുള്ള എല്ലാം ഇതിലാണ്. കാരണം ഒരു കെയോസ് സിറ്റുവേഷനാണ്. അപ്പോൾ അവിടെ ഒരു സ്പീഡ് ഫീൽ ചെയ്യണം, ആ ഒരു ഇത്. അപ്പം ഇപ്പം എനിക്ക് രണ്ട് തരത്തിലുള്ളത് കിട്ടുന്നുണ്ട്. അപ്പം ആൾക്കാരിത് വിളിച്ച് ചോദിക്കുന്നുണ്ട്, കാരണം അവർക്ക് സിനിമ ഇഷ്ടപ്പെട്ടു, പക്ഷെ ചില ഡൗട്ട്സ് ഉണ്ട്. ചിലർക്കിത് മനസ്സിലാകാതെ, കാരണം ഇത് സെക്കൻഡ് ഹാഫ് വളരെ സ്പീഡിലാണ് പോകുന്നത്. അപ്പം ഇത് വളരെ ഇതായിട്ട് വാച്ച് ചെയ്ത് നിൽക്കുന്നവർക്ക് അത് കണക്ട് ചെയ്ത് പോകാം. ഇതിൻ്റെ ഇടയ്ക്കൊന്ന് ഫോണിലേക്ക് പോയി ഡിസ്ട്രാക്റ്റഡ് ആയപ്പോൾ ആ കണക്ഷൻ പോകും. അങ്ങനെ കണക്ഷൻ പോകുന്നവർക്ക് പിന്നെ പറയുന്നത് കിട്ടിയില്ല. ടോട്ടാലിറ്റിയിലാക്കുക സിനിമ കൊള്ളാം, പക്ഷെ അത് കിട്ടിയില്ല, അവിടെ ലാഗ് ഫീൽ ചെയ്തു, കാരണം മനസ്സിലാകുന്നില്ല, ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. ഫോളോ ചെയ്തവർക്ക് ഭയങ്കരമായിട്ട് അവർ എക്സൈറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്, അത് ഭയങ്കര ഇതായിട്ട് വന്നു എന്നുള്ളത്. ഇത് ഡിനു തരുന്ന സ്ക്രിപ്റ്റിൽ അതേപോലെ ഇതുണ്ട്, പക്ഷേ ഇതിൻ്റെ ഒരു ഫൈനൽ ഇതിൻ്റെ ഒരു ബിജുവിൻ്റെ ഫ്രണ്ടിൽ ഒരു പ്രസൻറ്റേഷൻ ഉണ്ട്. അത് ഞാനൊരു മീഡിയം ആക്കിയതാണ്, ഓഡിയൻസിനോടത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ദർ ഇസ് നോ അതർ മീഡിയം. പുള്ളിയുടെ മനസ്സിലുള്ള ഒരു കാൽക്കുലേഷനാണത്. അതൊരു സിനിമാറ്റിക് ഇതിനു വേണ്ടി ഒരു മീഡിയമായിട്ട് നമ്മളതിനെ കാണിച്ചെന്നേ ഉള്ളൂ. അതല്ലാതെ അങ്ങനെ ഉണ്ണിയേട്ടൻ്റെ പടങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടോ ഇല്ലയോ അതൊന്നുമല്ല. ഇത് ഡിനു കൊണ്ടുവന്ന സ്ക്രിപ്റ്റിനകത്ത് ഇതുണ്ട്. എനിക്ക് ആ സ്ക്രിപ്റ്റിനകത്ത് അധികം ഒന്നും മാറ്റങ്ങളൊന്നും വരുത്തേണ്ട വന്നിട്ടില്ല. പിന്നെ ഈ സെക്കൻഡ് ഹാഫ് ഞങ്ങൾ ഒരു പ്രത്യേക രീതിയിലാണ് അതിൻ്റെ ഒരു പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് ഇച്ചിരി സ്പീഡിലാണത്, പക്ഷേ ആ സ്പീഡ് ഞങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല. ആ കെയോസ് ഫീൽ ചെയ്യണം. അതുകൊണ്ടാണ് ആ ടെൻഷനും ഇതും വരുന്നത്. അതുകൊണ്ട് ഇനി സിനിമ കാണാത്തവർ കാണുന്നുണ്ടെങ്കിൽ ആ സെക്കൻഡ് ഹാഫൊക്കെ കുറച്ചൊന്ന് ഡിസ്ട്രാക്റ്റഡ് ആകാതെ ഒന്ന് ഫോളോ ചെയ്താൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ആ എൻജോയ്മെൻറ്റ് കിട്ടും. അല്ല, കീറി മുറിക്കൽ അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. കീറി മുറിക്കേണ്ടവർക്ക് കീറി മുറിക്കാം, അല്ലാതെ ഇതിനെ അത്ര വലിയ സീരിയസ് ആയിട്ട് കാണാതെ ആ പടം അതിൻ്റെതായ രീതിയിൽ എൻജോയ് ചെയ്യേണ്ടവർക്ക് എൻജോയ് ചെയ്യാം. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ബേസിക് ഓഡിയനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, മുമ്പ് പറഞ്ഞ അത് തന്നെ. അതുകൊണ്ട് ഞാൻ എൻ്റെ സിനിമകളെ അപ്രോച്ച് ചെയ്യുന്ന ആ രീതിയിലാണ്. എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, അങ്ങനെ പ്രതീക്ഷിക്കരുത് എൻ്റെ സിനിമയിൽ. ഞാൻ മാറ്റങ്ങളും ചേഞ്ചസിനും ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഇനിയും ചെയ്യുന്ന ചിലപ്പോൾ ത്രില്ലറിൽ ചിലപ്പോൾ സസ്പെൻസ് ട്വിസ്റ്റ് ഉണ്ടാകും, ചിലപ്പോൾ ഇല്ലാത്തതായിരിക്കും, ചിലപ്പോൾ അതിൻ്റെ പാറ്റേൺ വേറെ ആയിരിക്കാം. എനിക്കങ്ങനെ മാറിയും മറിഞ്ഞും ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. ലൈഫ് ഓഫ് ദൃശ്യം കഴിഞ്ഞപ്പം ലൈഫ് ഓഫ് ജോസൂട്ടി ചെയ്ത് ബോധപൂർവം തന്നെ, അത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. അത് കഴിഞ്ഞ് അതിന് മുമ്പ് ഞാൻ മമ്മി ആൻഡ് മീ ചെയ്തിട്ടുണ്ട്. ഈ അൺഫോർച്ചുനേറ്റ്ലി മെമ്മറീസും ദൃശ്യവും ഒരു വർഷം ബാക്ക് ടു ബാക്ക് അടുപ്പിച്ച് വന്നതാണ് ഈ പ്രശ്നമായത്. അപ്പം എന്നെ വീണ്ടും നിങ്ങളിങ്ങനെ ഭയങ്കര എക്സ്പെക്റ്റ്, ഇപ്പോൾ ഇനി അടുത്ത ഒരെണ്ണം വരുന്നുണ്ട്, ദൃശ്യം 3. അപ്പം നിങ്ങൾ
ദൃശ്യം 1ഉം 2ഉം വെച്ചിട്ട് ഒരു കമ്പാരിസണിൽ നിങ്ങൾ ദൃശ്യം 3 കാണാൻ വന്നാൽ നിങ്ങൾക്ക് ഡിസപ്പോയിൻറ്റഡ് ആവും. കാരണം ദൃശ്യം 3 വേറൊരു, അത് രണ്ടുപോലെയല്ല, അത് വേറൊരു രീതിയിലാണ് അത് ചെയ്തേക്കുന്നത്. അപ്പം അങ്ങനെ വരുന്നവർ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ അങ്ങനെ വരുമെന്ന് തീരുമാനിക്കുന്നവർ അങ്ങനെ വന്ന് ഡിസപ്പോയിൻറ്റഡ് ആയിട്ടേ മടങ്ങൂ. പക്ഷേ അതുകൊണ്ട് ആ സിനിമ നല്ലതല്ല എന്ന് വരുന്നില്ല. കാരണം അതിന് ആ ടൈപ്പ് ചേഞ്ചസ് അക്സെപ്റ്റ് ചെയ്യുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം ഞാൻ അവർക്ക് വേണ്ടിയിട്ടൂടെയാണ് സിനിമ ചെയ്യുന്നത്. പിന്നെ ഇപ്പം ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് ചോദിക്കുക, ഈ ഭയങ്കരമായിട്ടും കീറി മുറിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ഈയിടെ ചോദിച്ചു സ്പൂൺ ഫീഡിങ് എന്തിനാണ് എൻ്റെ സിനിമകൾ സ്പൂൺ ഫീഡ് ചെയ്യുന്നതെന്ന്. ഞാനൊരു ലിമിറ്റഡ് ഓഡിയൻസിന് വേണ്ടിയിട്ടല്ല സിനിമ ചെയ്യുന്നത്. ഇപ്പം ഒരു നല്ല IQ ലെവലുള്ള ഒരാൾക്ക് ഇപ്പം ഈ സിനിമയിലെ പല കാര്യങ്ങളും തുടക്കത്തിൽ തന്നെ കിട്ടും. പക്ഷേ ഒരു 50 വയസ്സ് കഴിഞ്ഞ് ചിലപ്പം അത്രയൊന്നും അങ്ങനെ ലെവലിൽ ചിന്തിക്കാത്തൊരു ഓഡിയൻസിന് ചിലപ്പോൾ ഒരു സ്പൂൺ ഫീഡിങ് വേണ്ടി വരും. അപ്പം ഇത് കാണുന്ന പല റേഞ്ച് ഓഫ് ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്പൂൺ ഫീഡിങ് ഇടും. അത് പലർക്കും കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇതിന് ഇതൊക്കെ അറിയാവുന്ന ഇതിന് സ്പൂൺ ഫീഡ് ചെയ്യണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊക്കെ, പക്ഷേ അപ്പുറത്തിരിക്കുന്ന ഒരാൾ ചോദിക്കുകയാണ് അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ അവർക്കത് ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നതാണ്. പക്ഷേ ഇതിനകത്ത് എനിക്ക് തോന്നുന്നില്ല ഞാനധികം സ്പൂൺ ഫീഡിങ് ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഇത് അതിനുള്ള സമയമില്ല. അത് അങ്ങനത്തെ ഒരു പോക്കാണ് ഈ സിനിമ. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഏറ്റവും വലിയ ഗുണം എന്നറിയോ, എനിക്ക് അങ്ങനെ ഒരു പേടിയില്ല. ഞാൻ സിനിമ ഇൻഡസ്ട്രി വന്നത്, ഞാൻ എപ്പോഴും പറഞ്ഞു, ഞാനൊരു റൈറ്റർ ഡയറക്ടറായിട്ടൊന്നും എനിക്ക്, ഞാൻ സ്റ്റോറി ടെല്ലർ. ഞാൻ കഥകൾ പറയും. ആ കഥകൾ പറയാൻ ആഗ്രഹിക്കുന്നു, എൻ്റെതായ രീതിയിൽ കഥ പറയുന്നു, അത് കുറച്ച് എൻ്റർടൈൻ ചെയ്ത് കൊണ്ടുവന്ന് പറയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നെ അധികം ആൾക്കാർ എന്നിൽ നിന്ന് അങ്ങനെ പ്രതീക്ഷ വേണ്ട. ഡിഫറെൻറ്റ് ഇപ്പം ഞാനിനി വേറെ 1-2 സബ്ജക്ട്സുകൾ പ്ലാൻ ചെയ്തിരിക്കുന്നതൊന്നും ത്രില്ലറേ അല്ല, വേറെ ടൈപ്പ് ജോണറുകളാണ്. ഇനി ഒരു പേടിയെക്കുറിച്ച് എനിക്ക് ഞാൻ ഈ മരിക്കുന്നിടം വരെ ഇൻഡസ്ട്രി നിൽക്കണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരാളൊന്നുമല്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി കഴിഞ്ഞ് നമ്മളിത് കഴിഞ്ഞാൽ നമ്മൾ വേറെ പണിക്ക് പോകും. അല്ല ഇപ്പം ഞാൻ ബേസിക്കലി ഒരു കൃഷിക്കാരനായിട്ട് വന്നാവില്ല, പറമ്പിലിറങ്ങി കളിക്കാൻ പോകും. അതുകൊണ്ട് അങ്ങനത്തെ പേടിയൊന്നും എനിക്കില്ല. എനിക്ക് സിനിമ ചെയ്യുന്നത് ഇഷ്ടമാണ്, കഥ പറയുന്നത് ഇഷ്ടമാണ്. ഞാൻ എൻ്റെതായ രീതിയിൽ പറയുന്നു. ചിലർക്ക് അത് ഇഷ്ടപ്പെടും, ചിലർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ഈയിടെ എന്നോട് കുറച്ച് പേര് ചോദിച്ചു താങ്കൾക്കെതിരെ പേഴ്സണലി ആരൊക്കെയോ അറ്റാക്ക് ചെയ്യുന്നു, അങ്ങനെ ചെയ്തു. ഞാൻ പിന്നെ അറ്റാക്ക് ചെയ്യുന്നവരെ അറ്റാക്ക് ചെയ്യട്ടെ, അതൊന്നും എൻ്റെ പ്രശ്നമല്ല. കാരണം ഞാൻ ചെയ്യുന്നതെല്ലാം മാത്രമാണെന്നൊന്നും ഞാൻ ഒരിടത്തും അവകാശപ്പെടുന്നില്ല. ഒരു ദൃശ്യവും മെമ്മറീസും ചെയ്തു, അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ബെഞ്ച് മാർക്ക് വെച്ചു. ആ ബെഞ്ചിൽ എടുത്ത് മാർക്ക് എടുത്തൊന്നും മാറ്റിയായിരുന്നെ തന്നെ നമുക്ക് നല്ല രീതി വരുന്നു. ഞാനത് എല്ലാം പിന്നെ കുറച്ച് പേര് ചോദിച്ചു എന്തിനാണ് ഈ കൊച്ചു സിനിമകൾ ചെയ്യുന്നത്. എനിക്കിഷ്ടമാണ് കൊച്ചു സിനിമകൾ ചെയ്യുന്നത്. വളരെ എനിക്ക് കുട്ടികളുടെ സിനിമയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഒരു നല്ല സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പം ഞാനങ്ങനെ പേടിക്കുന്ന ഒരാളൊന്നും. ഒരു കഥയും നല്ലൊരു സ്ക്രിപ്റ്റും ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ റെഡിയാണ്. അത് കിട്ടാത്തതുകൊണ്ടാണ്. അല്ലാതെ ഓക്കെ എന്നാൽ ഇനി അടുത്തത് അങ്ങനെ ഒരു പടം ചെയ്തേക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല. വരുന്ന കഥകൾ നല്ലത് നോക്കി നമ്മൾ സെലക്ട് ചെയ്ത് അങ്ങ് പോകുന്നു. പിന്നെ അത് കഴിയുന്നതും ത്രില്ലർ ആകാതിരിക്കാൻ നോക്കാറുണ്ട്. ചിലപ്പോൾ അത് നടക്കാറില്ല. അല്ല മീഡിയാസ് എന്നല്ല, ഈ സോഷ്യൽ മീഡിയ എന്നാണ് ഉദ്ദേശിച്ചത്. എനിക്ക് ഒരു കുറച്ച് നാളും ഞാൻ ഈ സോഷ്യൽ മീഡിയ വലിയ ആക്റ്റീവ് അല്ല. ഞാൻ വല്ലപ്പോഴും നമ്മുടെ ഫാമിലിയുടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കുന്നൊന്നുമല്ലാതെ, പിന്നെ എനിക്കൊരു ഹാൻഡലറില്ല. ഞാൻ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം നോക്കുന്നത്. അപ്പം പിന്നെ യൂട്യൂബിലൊക്കെ ഞാൻ കാണുന്നത് മുഴുവൻ മറ്റേ കോമഡി പ്രോഗ്രാംസും അതും ഇതുമൊക്കെ. അപ്പോൾ കുറച്ച് നാൾ മുമ്പ് വരെ കുറച്ച് നെഗറ്റീവ്സും ഇതൊക്കെ ഇങ്ങനെയൊക്കെ വന്നപ്പം, കുറച്ച് ന്യൂസുകളൊക്കെ വന്നപ്പോൾ ഞാൻ ഓർത്തത് എന്താ ഇതെന്ന് വെച്ചപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചെറുപ്പക്കാരായ പിള്ളേരുണ്ട്. അവരെ എന്നോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അവരത് കാണിച്ചു തന്നു. അപ്പോൾ അവരെന്നെ കാണിച്ചു തരുമ്പോൾ അതിൻ്റെ ഐക്കോണിൽ ഞെക്കുമ്പോൾ ഐക്കോണിൽ ഇങ്ങനെ നോക്കുമ്പോൾ അതിനകത്ത് വേറെ പോസ്റ്റൊന്നുമില്ല, ചുമ്മാ ഒരു അക്കൗണ്ട് മാത്രമാണ്, വേറെ വീഡിയോസ് ഒന്നുമില്ല. അവർ പറഞ്ഞു സാറേ ഇത് ആരോ ഒരാൾ ഫേക്കായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഐഡിയ ആണ്, ഇത് ഇങ്ങനെ പർപ്പസിനാണ്, ഇതിങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ അത് ഞാൻ മാത്രമല്ല, ഇതുപോലത്തെ വേറെ ഫിലിം മേക്കേഴ്സ്, വേറെ ആക്ടേഴ്സ്, പൊളിറ്റീഷ്യൻസ് എല്ലാവരും. ഇപ്പം സോഷ്യൽ മീഡിയയുടെ വലിയൊരു പ്രശ്നം അതാണ്. നമുക്ക് ഒളിഞ്ഞിരുന്ന് ഒരാൾക്ക് തന്നെ പല ഐഡിയ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരാളെക്കുറിച്ച് ഫേക്കായിട്ട് പറയാം. അത് ഇവിടെ ഇരുന്ന് ചെയ്യാം, എബ്രോഡ് ഇരുന്ന് ചെയ്യാം. അപ്പം അത് ഈസിയാണ്. അപ്പം ഇപ്പം ഈ പറഞ്ഞ ഇതൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ സോഷ്യൽ മീഡിയ ഒക്കെ ഇപ്പോഴത്തെ ആൾക്കാരുടെ ഒരു വലിയ സ്ട്രെസ്സാണ്. പ്രത്യേകിച്ചും ഇങ്ങനെ ഇപ്പം നമ്മളെക്കുറിച്ച് ഒരാൾ നമ്മൾ ഇന്നേ വരെ എന്താ പറയുക, നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളെ രീതിയിൽ ഈ കാര്യങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്ത് പറയുക, അല്ലെങ്കിൽ നമ്മളെ ഭയങ്കര മോശക്കാരനായിട്ട് ചിത്രീകരിച്ച് പറയുക, അല്ലെങ്കിൽ നീ ഇങ്ങനെയാണ്, നീ ഇങ്ങനെയാണെന്നങ്ങനെ കുറേ പറഞ്ഞു കഴിയുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും, നമ്മൾ തളരും എന്നൊക്കെയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊന്നും പ്രശ്നമില്ല. കാരണം ലൈഫിൽ ചലഞ്ചസ് ഉണ്ടാവും.
പ്രൊഫഷണലി നമ്മൾ പോകുമ്പോൾ എതിരുകളുണ്ടാവും, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും, കല്ലെറിയാൻ ആളുണ്ടാവും. അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഞാൻ വന്നത് ഒരു താഴെ എന്താ പറയുക ഒരു കർഷക കുടുംബത്തിൽ നിന്നാണ്. അപ്പം നമ്മൾ ആ ഒരു ജീവിതത്തിലെല്ലാം കണ്ടു വന്നിട്ടുള്ള ഒരാളായതുകൊണ്ട് ഇതൊന്നും പ്രശ്നമല്ല. ദിസ് പാർട്ട് ഓഫ് ദ ഗെയിം. ഞാൻ അങ്ങനെ ഇതിനെ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ സിനിമ ഇറങ്ങിയപ്പോഴും കുറച്ച് പേര് നമുക്ക് കാണും പറയാതാണ്. നമ്മൾ അതിനെക്കുറിച്ച് ബോധേടല്ല. നമുക്ക് നല്ല ജെന്യുവൻ ആയിട്ടുള്ള ക്രിറ്റിസിസം വരുമ്പോൾ അത് നമുക്ക് ഗുണകരമാക്കി എങ്ങനെ എടുക്കാം എന്നുള്ളത് ഞാൻ എപ്പോഴും നോക്കാറുണ്ട്. കാരണം അതിൽ നിന്ന് അഡ്വാൻറ്റേജ് എടുക്കുക എന്നുള്ളതാണ്. എല്ലാത്തിൽ നിന്നും നമ്മൾക്ക് അഡ്വാൻറ്റേജസ് ആയിട്ട് എടുക്കുക, മറ്റേതങ്ങ് ഇഗ്നോർ ചെയ്യുക, മൈൻഡ് ചെയ്യാതിരിക്കുക, അത്രേ ഉള്ളൂ. നമ്മുടെ പഴയ ഒരു കാലഘട്ടത്തിലെ ആൾക്കാർക്കൊക്കെ കുറച്ചുകൂടി ഒരു പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസും ഇതുകൊണ്ട്, കാരണം പ്രശ്നങ്ങളിലൂടെ വളർന്നു. പിന്നെ സിബ്ലിങ്സ് ഉണ്ട്, അവരുമായിട്ട് അടിച്ച് കളിച്ച് വളർന്നു. ഇത് ഷെയർ ചെയ്യാൻ ആൾക്കാരുണ്ട്. ഇപ്പം ഈ അതിൻ്റെ എണ്ണം കുറഞ്ഞു, സിബ്ലിങ്സിൻ്റെ എണ്ണം കുറഞ്ഞു. പിന്നെ ഒരു ആവശ്യമില്ലാത്ത ദുരഭിമാനം എന്നൊക്കെ പറയും ചിലർക്ക്. ഇപ്പം ചിലർക്കൊരു നല്ലൊരു ക്ലീൻ ഇമേജിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചുള്ള ഈയിടെ ഉണ്ടായതാണ്. പെട്ടെന്ന് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ എന്താ പറയുക പബ്ലിക്കിൻ്റെ മുമ്പിൽ ഞാൻ വേറൊരു ആളായിട്ട് ചിത്രീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ചിലർക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അവർക്കത് പിന്നെ അങ്ങനെ അയാൾ തെറ്റ് ചെയ്തിട്ടില്ലായിരിക്കും, പക്ഷെ അയാൾക്ക് അതിനോട് തിരിച്ച് പൊരുതി നിൽക്കാനോ ഒന്നുമില്ല. അയാൾക്ക് പിന്നെ സമൂഹത്തിന് ഫേസ് ചെയ്യാൻ ഉള്ള ഒരു ബുദ്ധിമുട്ട്. അപ്പം ഭയങ്കര അങ്ങനെ വീക്ക് മൈൻഡഡ് ആകുമ്പോൾ എടുക്കുന്ന ഇങ്ങനത്തെ ഒരു ഡിസിഷനാണ്. പക്ഷേ അന്നേരം ഒരാളുമായിട്ട് സംസാരിക്കാൻ പറ്റിയാൽ ചിലപ്പോൾ അതങ്ങ് ഒഴിവായി പോകും. പക്ഷേ അങ്ങനത്തെ ഒരു ഭയങ്കര മനസ്സിൽ ഒരു എന്താ പറയുക ഒരു തീരെ ഒരു ബലമില്ലാത്ത ആൾക്കാർ ഇതാണ് നമ്മുടെയൊക്കെ ലൈഫിൽ ഉണ്ടാവുമല്ലോ. അതാണ് ഇപ്പം എനിക്ക് തോന്നുന്നു ഒത്തിരി ഈ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഇപ്പം നമ്മൾ തന്നെ സിനിമ തുടങ്ങുന്നത് അങ്ങനത്തെ ഒരു സൈക്കോളജിസ്റ്റ് ഇതിൽ തന്നെയല്ലേ. ഇപ്പം അങ്ങനത്തെ ആക്ച്വലി പണ്ടൊക്കെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകാന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് പറയും അവന് ഭ്രാന്താണെന്ന് തോന്നുന്നു എന്നായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പോകാന്ന് പറഞ്ഞാൽ ഓക്കെ എനിക്ക് ചില ടെൻഷനുണ്ട്, എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അപ്പോൾ അവരതിനെ പറഞ്ഞ് മനസ്സിലാക്കി എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണമെന്ന് പറയും. ഇപ്പം അങ്ങനത്തെ സർവീസൊക്കെ ഉണ്ട് ശരിക്കും, അതൊക്കെ എടുക്കാം. പക്ഷെ ബേസിക്കലി എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇപ്പോഴത്തെ സോഷ്യൽ സർവീസ് എല്ലാവരും അങ്ങ് ചുരുങ്ങുവാണ്. പിന്നെ ഈ സോഷ്യൽ മീഡിയ ഭയങ്കര സ്ട്രെസ് തരും, മനസ്സിലായോ? ഇപ്പം ഒരു നോർമൽ പേഴ്സൺ, ഇപ്പം ഞാൻ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചുള്ള ഈ സോഷ്യൽ മീഡിയ കാണുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഓരോരുത്തർ ഓരോന്ന് ചെയ്യുന്ന കാണുമ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അപ്പുറത്തവൻ അറിയാവുന്ന ഒരാൾ മറ്റേ അമേരിക്ക ട്രിപ്പ് പോയി അല്ലെങ്കിൽ ഇവിടെ പോയി ഇയാൾക്കും പോകണമെന്നുണ്ട്, പോകാൻ പറ്റുന്നില്ല. അതൊക്കെ ഉണ്ടാക്കുന്ന പല ഇമോഷൻസ് ഉണ്ട് ആ വ്യക്തിയുടെ. പിന്നെ ഇപ്പം ഒരു സെലിബ്രിറ്റി ആയി ഒരാൾ ഏതെങ്കിലും രീതിയിൽ ഒരു രാഷ്ട്രീയത്തിലോ സിനിമയിലോ ഏതെങ്കിലും സെലിബ്രിറ്റി ആയി അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ താഴെ വന്ന് കുറച്ച് പേര് അറ്റാക്ക് ചെയ്യും. അപ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള പ്രഷർ, അങ്ങനെ പല രീതി നമ്മുടെ സോഷ്യൽ സെറ്റപ്പ് മൊത്തത്തിൽ മാറി. അതിനെ മനക്കെട്ടി വേണം. പക്ഷേ ഇപ്പം ഈ പറഞ്ഞ റോയ് സാറിൻ്റേത് ഞാനും ഞെട്ടിയിരിക്കുകയാണ്. ഇതേപോലെ വളരെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് വന്ന ഒരാൾ അത് ചെയ്യണമെങ്കിൽ അപ്പം മേ ബി എനിക്കറിയാൻ പറ്റത് ഐ എം സ്റ്റിൽ ഭയങ്കരമായിട്ടും എനിക്കാണ് മജോറിറ്റി ആൾക്കാർ അദ്ദേഹത്തെ അറിയാവുന്ന മജോറിറ്റി ആൾക്കാരും സ്റ്റണ്ടാണ്, അവർക്ക് ഇത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. എന്നെ സംബന്ധിച്ചുള്ള ഭയങ്കര ഷോക്കായിരുന്നു. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പടം കഴിഞ്ഞ് അദ്ദേഹം ഒരിക്കൽ എന്നെ വിളിപ്പിച്ച് ദുബായിൽ കൊണ്ടുപോയി അദ്ദേഹം ഡിന്നറിന് എന്നെ വിളിച്ചു. അദ്ദേഹത്തിനൊരു പ്രൊജക്റ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് പക്ഷെ പതുക്കെ മതി, തിരക്കില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്നെ ആ ബുഗാട്ടിയിൽ കയറ്റിയിരുത്തി ഒരു ഓടിയൊക്കെ ഓടിച്ചു തന്നിട്ട് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഭയങ്കര നല്ല ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. ഒത്തിരി എനിക്ക് പിന്നെ അല്ലാതെ അറിയാം ഒത്തിരി പേരെ സഹായിക്കുന്നതൊക്കെ. അപ്പോൾ ഇവിടെ പണ്ടൊക്കെ എറണാകുളത്ത് വരുമ്പോൾ എന്നെ വിളിക്കും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ടച്ചങ്ങ് വിട്ടുപോയി. ഞാനും ഈ പ്രൊജക്റ്റിലും തിരക്കിലുമായി പോയി. പക്ഷെ ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു. അത് ഭയങ്കര ഞാൻ ഞെട്ടിപ്പോയില്ല. ഞാൻ എന്നോടൊരാളിത് വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിച്ചു. ഞാൻ TV വെച്ച് കഴിഞ്ഞപ്പോൾ ഇത് കണ്ടപ്പം എനിക്കിപ്പോഴും അതങ്ങ് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. നമ്മൾ ചിലരുണ്ടല്ലോ നമ്മൾ മരിച്ചു എന്ന് പറഞ്ഞാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, മരിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ഫീലിങ്ങിലാണ് എനിക്ക് ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല.